ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് പാൽ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പാൽ കേക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്കൊരു മുട്ട പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര അലിഞ്ഞു വരുന്നത് വരെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് നല്ല ചൂടൊന്നുമില്ല, ഉരുക്കിയെടുത്തതിന് ശേഷം ഒന്ന് തണുപ്പിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്താലും മതി. ബട്ടർ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ഗോതമ്പ് മാവാണ്. ഇപ്പം മൈദമാവ് ഉണ്ടെങ്കിൽ മൈദമാവ് എടുത്താലും മതി. പാൽ കേക്ക് മൈദമാവിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അളവുകളൊക്കെ ഒരു മാറ്റവും ഇല്ല, ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പ്, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും ആയി വരണം. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മുട്ടയെല്ലാം എല്ലായിടത്തും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി വേണ്ടി വരും ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ചേർക്കുമ്പോൾ ഫുള്ള് പാലും ഒന്നിച്ച് ചേർക്കണ്ട, കുറച്ചായിട്ട് ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്നില്ലേ, ആ പരുവത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പാലൊഴിച്ച് കുഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് പാൽപ്പൊടി ചേർക്കുമ്പോഴാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ എപ്പോഴും പാൽപ്പൊടി കാണണമെന്നില്ല. പക്ഷെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്താൽ മതി, പാൽ ചേർക്കണ്ട. 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുക. എന്നിട്ട് പാലിന് പകരം നമ്മൾ പാലിൻ്റെ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. വേറെ ഒരു മാറ്റവും ഇല്ല. ഇനി ഇത് നന്നായിട്ട് 5 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളം കൂടി പോകരുത് കേട്ടോ, പൂരിയുടെ പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് പരത്തി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചപ്പാത്തി പരവ എടുത്തിട്ടുണ്ട്. ഇതിൽ മാവൊന്നും ഇടുന്നില്ല, അല്ലാതെ തന്നെ പരത്തിയെടുക്കാൻ പോവാണ്. അപ്പം ഇതുപോലെ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ സ്ക്വയർ പോലെയാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകുതിയായിട്ടും കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ നീളത്തിലുള്ള പാൽ കേക്കായിട്ടും മുറിച്ചെടുക്കാം. നമുക്കിനി ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ കോർണറൊക്കെ വിരലുകൊണ്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് റൗണ്ടായിട്ട് വരും. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ മുറിച്ചെടുക്കുമ്പോൾ കനം ഒരുപാട് കൂടി പോകരുത്. നമ്മൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും വലുതായിട്ട് വരും കേട്ടോ. നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അകമൊന്നും വെന്ത് വരില്ല. അപ്പം ഇത്രയും തിക്നെസ്സിലൊക്കെ നമ്മൾ മുറിച്ചെടുക്കുക. അപ്പം ഞാനിതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് മുന്നേ നമുക്ക് പഞ്ചസാര പാനി കാച്ചി വെക്കാം. അപ്പോൾ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. തീ ഓണാക്കുക. പഞ്ചസാരയൊക്കെ അരിഞ്ഞു വരണം. ഈ പാനി നന്നായിട്ട് തിളച്ചും വരണം. പാനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. കേക്കൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട്. തീ മീഡിയത്തിനും സിമ്മിൻ്റെ ഇടയ്ക്ക് വയ്ക്കുക. എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ പീസ് മാവ് ഇട്ട് കൊടുക്കാം. ഇതാ കണ്ടോ, പൊങ്ങി തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ സിമ്മിനും മീഡിയത്തിൻ്റെ ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്, എന്നാലേ ആകമൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുന്ന വരെ നമ്മൾ വേവിച്ചെടുക്കണം. ഇനി കനം കൂടിപ്പോയാൽ അകമൊന്നും വെന്ത് വരത്തുമില്ല. നമ്മൾ പിന്നെ പഞ്ചസാര പാനിയിലോട്ട് ഇടുമ്പോൾ പാനി അകത്ത് നന്നായിട്ട് പിടിച്ചു വരികയും ചെയ്യില്ല. അപ്പം നമ്മൾ കേക്ക് പരത്തിയെടുക്കുമ്പോൾ കനം ഒരുപാട് കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം.
അപ്പോൾ ഓരോന്നും വറുത്തെടുത്ത ഉടനെ നമ്മൾ പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരെണ്ണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ചൂടോടെ തന്നെ നമ്മൾ പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ അകത്ത് പഞ്ചസാര പാനി നന്നായിട്ട് പിടിക്കുള്ളൂ. ഈ പഞ്ചസാര പാനിയിലോട്ട് കേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പാനി നന്നായിട്ട് തണുത്തു പോകാൻ പാടില്ല. അതിന് ചെറിയ ചൂടുണ്ടായിരിക്കണം. അപ്പോൾ തണുത്തു പോയെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, തിളപ്പിക്കണ്ട. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രം ഈ കേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ കേക്ക് 5 മുതൽ 10 മിനിറ്റ് വരെ ഈ പാനിയിൽ കിടക്കണം. എന്നാലേ അകത്തൊക്കെ നന്നായിട്ട് ഈ ഷുഗർ സിറപ്പ് പിടിച്ചു വരുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കേക്കും കൂടി വറുത്തെടുക്കാം. അപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കേക്ക് എടുത്ത് മാറ്റാണ്, കേക്ക് കോരി മാറ്റാണ്. വറുത്ത് വെച്ചിരിക്കുന്ന അടുത്ത കേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, അകത്തൊക്കെ പാനി നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇനിയിപ്പോൾ വലിയവർക്ക് പഞ്ചസാര അധികം കഴിക്കാത്തവർക്കാണെങ്കിൽ പാനിയിലോട്ട് ഇടണമെന്നില്ല. നമ്മുടെ കേക്ക് അധികം മധുരമൊന്നും കാണില്ല. അപ്പോൾ അല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പിക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.